കലോത്സവത്തിന്റെ നിറപ്പകിട്ടിനു വേണ്ടി മാത്രം കല പഠിക്കുന്നവർക്കിടയിൽ വ്യത്യസ്തമാവുകയാണ് വയനാട് മേപ്പാടി സർക്കാർ സ്കൂളിലെ ഈ അധ്യാപകനും കുട്ടികളും. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അഷ്റഫാണ് സ്കൂളിൽ ട്രൂപ്പ് ഉണ്ടാക്കി കുട്ടികൾക്ക് നാടക പരിശീലനം നൽകുന്നത്. ചിലർക്ക് കല വെറും കലോത്സവമല്ല, മത്സരത്തിനപ്പുറം കലയെ കണ്ടെത്തുന്നവരുമുണ്ട് ഈ മേളയിൽ. മോണോ ആക്ടിൽ നിറഞ്ഞഭിനയിച്ച സുധീഷ് ചന്ദ്രനും അധ്യാപകൻ അഷ്റഫും കലയെ ഇവിടെ ഉപേക്ഷിച്ചു പോകാനെത്തിയവരല്ല. ആദിവാസികളുടെയും തോട്ടം തൊഴിലാളികളുടെയും കുട്ടികൾ പഠിക്കുന്ന മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതുകൊണ്ടാണ് അവർ ബനിയൻ എന്ന പേരിൽ നാടക ട്രൂപ്പ് ഉണ്ടാക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂളിലെ നാടക ടീം എ ഗ്രേഡ് നേടുകയും ചെയ്തു. പഠനം പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ സമയത്തെ കുട്ടികളെ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നു. അപ്പം കലാപരമായിട്ട് തന്നെയാണ് കുട്ടികളെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. കലോത്സവ വേദിക്ക് മാത്രമായി ലക്ഷങ്ങൾ നൽകി കുട്ടികളെ പരിശീലിപ്പിക്കുന്നവരുണ്ട്. ഇവിടെ മലയാളം അധ്യാപകൻ അഷ്റഫ് തന്നെയാണ് കുട്ടികളെ നാടകവും മോണോ ആക്ടും പരിശീലിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു താല്പര്യവും കൊണ്ട്, ഒരു നാടക ഭ്രാന്തുള്ളത് കൊണ്ട് മാത്രമാണ് സർക്കാർ സ്കൂൾ നാടകം നിലനിന്ന് പോകുന്നത്. അതാണ് നാടകത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു അവസ്ഥ. നാടകകലയിലെ പുതിയ ആവിഷ്കാരങ്ങൾ കലോത്സവ വിധി നിർണയങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന പരാതിയും ഈ അധ്യാപകനുണ്ട്. ഒന്നാം സ്ഥാനം കിട്ടുക, ആ സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളുടെ ഒരു കഴിവ് പരിഗണിക്കപ്പെടുന്നില്ല. ഇപ്പോൾ സബ് ജില്ലയിലൊരു കുട്ടി സമ്മാനം നേടി വന്നിട്ടില്ലെങ്കിൽ അവൻ്റെ നേരെയുള്ള അധ്യാപകൻ്റെയും രക്ഷിതാക്കളുടെയും എല്ലാം നോട്ടം വേറെയാണ്. സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല താഴുന്നതോടെ അവസാനിക്കുന്നതല്ല അഷ്റഫ് മാഷുടെയും കുട്ടികളുടെയും നാടകം. നാടകമെന്ന സംസ്കാരം ജീവിതത്തിലേക്ക് പകരാൻ ശ്രമിക്കുന്ന ഈ അധ്യാപകരും കുട്ടികളുമാണ് സ്കൂൾ കലോത്സവം നമുക്ക് നൽകുന്ന പ്രതീക്ഷ. ക്യാമറമാൻ സോനു വെള്ളിമാടുകുന്നിനൊപ്പം കെ എം ഷഹീദ്, ടീം റിപ്പോർട്ടർ.